വർഷങ്ങളായിട്ട് മലയാള സിനിമയിലുള്ളവരും ഇന്നലെ വന്നവർ വരെ 100 കോടി ക്ലബിൽ കയറിയിട്ടും നമ്മുടെ മമ്മൂക്കയ്ക്ക് മാത്രം 100 കോടിയില്ല. അതിന്റെ കാരണം എന്താണെന്നല്ല നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ 3 സിനിമകൾ 100 കോടി അർഹിച്ചിരുന്നു. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഭ്രമയുഗം. മലയാളത്തിൽ ഹൊറർ സിനിമകൾ ഒരുപാടുണ്ടെങ്കിലും മികച്ചതെന്ന് പറയാൻ പറ്റുന്നത് വളരെ കുറവാണ്. അതിലൊന്നാണ് ഭ്രമയുഗം. സ്ക്രീൻ പ്ലേ, പെർഫോമൻസ്, മേക്കിംഗ് എല്ലാം കൊണ്ടും ടോപ്പ് ലെവൽ ഐറ്റമായിരുന്നിട്ട് പോലും പടം ഏകദേശം 60 കോടിക്കടുത്താണ് കളക്ഷൻ കിട്ടിയത്. യഥാർത്ഥത്തിൽ ഈ സിനിമ ഒരു 100 കോടി അർഹിച്ചിരുന്നു. രണ്ടാമത്തേതാണ് കണ്ണൂർ സ്ക്വാഡ്. ഒരു പെർഫെക്റ്റ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. പൊതുവെ പോലീസ് ത്രില്ലർ ചിത്രങ്ങൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ആ പടവും ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. 100 കോടി 100% അർഹിച്ചിട്ടും പടം 81 കോടി മാത്രമേ നേടിയെടുത്തുള്ളൂ. ഒന്നാമതായിട്ടുള്ള സിനിമയാണ് ഭീഷ്മപർവം. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ടൈപ്പ് പടങ്ങളാണ് മാസ് ആക്ഷൻ പടങ്ങൾ. അത്യാവശ്യം നല്ല സ്റ്റോറിയും കിടിലൻ പെർഫോമൻസും തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ പറ്റുന്ന തരത്തിലുള്ള മാസ് രംഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും പടം 88 കോടി മാത്രമാണ് കിട്ടിയത്. ആദ്യമൊക്കെ ഞാനും വിചാരിച്ചത് ഈ പടം 100 കോടി ക്ലബിൽ കയറി എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ 100 കോടി ക്ലബിൽ കയറിയിട്ടില്ല. 88 കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 100 കോടി 100% അർഹിച്ച ഒരു പടമായിരുന്നു ഭീഷ്മപർവം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.